ധർമ്മസേന, വസിഷ്ഠശാപം കഠോരമാണ്. ഞാൻ മരിച്ചു. അല്ല, മരിച്ചതിന് തുല്യം ജീവിച്ചിരിക്കുന്നു. പ്രഭു, അങ്ങനെ ചിന്തിക്കരുതേ. ഏത് ക്രിയയ്ക്കും പ്രതിക്രിയയുണ്ട്, ഏത് കർമ്മത്തിനും മറുകർമ്മമുണ്ട്. അതുപോലെ ഏത് ശാപത്തിനും നിവൃത്തിയുണ്ട്. വസിഷ്ഠ മഹർഷി നൽകിയ ഈ ശാപവും നിവർത്തിക്കും പ്രഭു. അതിന് വഴിയുണ്ടാവും. എന്തു വഴി? ഈ ചണ്ടാള രൂപത്തിൽ ശിഷ്ടകാലം കഴിക്കാനാവും എന്റെ വിധി. ഇല്ല മഹാരാജൻ, ബ്രാഹ്മണ ശാപത്തിന് പോലും പരിഹാരം നിർദ്ദേശിക്കപ്പെടുന്നുണ്ട്. അതിലും വലുതല്ലല്ലോ വസിഷ്ഠ ശാപം. പരിഹാരം ഉണ്ടാവും. അങ്ങ് നിരാശനാകാതിരിക്കൂ. എന്തു പരിഹാരം? മഹാതപസ്വിയായ വസിഷ്ഠ മഹർഷിയുടെ ശാപം നിവർത്തിക്കാൻ മഹായാഗം തന്നെ വേണ്ടിവരും. അതല്ലാതെയുള്ള പരിഹാരങ്ങളൊന്നും എന്റെ അറിവിലില്ല. പക്ഷേ വസിഷ്ഠ മഹർഷി ശപിച്ച് ചണ്ടാളനാക്കിയ ഒരുവന് വേണ്ടി യാഗം നടത്താൻ ഏത് ഋത്വിക് മുന്നോട്ട് വരും? ഏത് ബ്രാഹ്മണൻ അതിനുള്ള ധൈര്യമുണ്ടാവും? ഇല്ല ധർമ്മസേന, സത്യവ്രതന്റെ കാലം അവസാനിക്കുകയാണ്. 2 ചോദ്യങ്ങളെ ഇപ്പോൾ എന്റെ മുന്നിലുള്ളൂ. ചണ്ടാളനായി മരിച്ചു ജീവിക്കണോ, അതോ സത്യവ്രതൻ എന്ന പേര് നിലനിർത്തി കാലേ കൂട്ടി മരണം വരിക്കണോ? ഞാൻ ജനിച്ചത് ക്ഷത്രിയ കുലത്തിലാണ്, ഇക്ഷ്വാകു വംശത്തിലാണ്. മാനം വെടിഞ്ഞ ജീവിതത്തെക്കാൾ മരണമാണ് അഭികാമ്യം. ഞാൻ മരണം തിരഞ്ഞെടുക്കും. വേണ്ട പ്രഭു, നമുക്ക് ഋതുക്കളെ സമീപിക്കാം, അവരോട് അപേക്ഷിക്കാം. അവർ അങ്ങേ നിരാകരിക്കില്ല. വന്നാലും പ്രഭു, വന്നാലും. പ്രണാമം ഋഷി പ്രമുഖരെ. നിൽക്കൂ. ആരാ ഈ ചണ്ടാളൻ? വിശിഷ്ട വസ്ത്രങ്ങൾ ധരിച്ച് നിങ്ങൾക്കൊപ്പം ഈ ആശ്രമവാടത്തിൽ വരാൻ എന്ത് കാരണം? ഋഷിശ്രേഷ്ഠ, അങ്ങേക്ക് തെറ്റുപറ്റി. ഇത് ചണ്ടാലനല്ല, ശാപഗ്രസ്തനായ ക്ഷത്രിയനാണ്, രാജാവാണ്. അയോധ്യാധിപനായ അരുണ മഹാരാജാവിന്റെ പുത്രൻ, യുവരാജാവായ സത്യവ്രതൻ. അയോധ്യയുടെ യുവരാജാവ്? ഇദ്ദേഹം എന്താ ഈ ചണ്ടാല വേഷത്തിൽ? പ്രണാമം മഹർഷി. മഹർഷി, ഇത് വസിഷ്ഠ മഹർഷിയുടെ ശാപമാണ്. അദ്ദേഹം എന്നെ ശപിച്ച് ചണ്ടാളനാക്കി. വസിഷ്ഠ മഹർഷിയുടെ ശാപം കൊണ്ട് ചണ്ടാളനായെന്നോ? അതെ മഹർഷി, രാജഗുരു തന്നെ രാജാവിനെ ശപിച്ചിരിക്കുന്നു. ആ ശാപം നിവർത്തിക്കാനുള്ള ഉപായം തേടി വന്നതാ ഞങ്ങൾ. രാജകുമാരനെ രക്ഷിക്കണം. യാഗഹോമാദികൾ നടത്തി ഈ ശാപത്തിൽ നിന്ന് അദ്ദേഹത്തിന് മോചനം നൽകണം. വസിഷ്ഠ മഹർഷി നൽകിയ ശാപം നിവർത്തിക്കാൻ ഞങ്ങൾ യാഗഹോമാദികൾ നടത്തുകയോ? അസാധ്യം, അസംഭവ്യം. പോകൂ, നിങ്ങൾ മറ്റാരെയെങ്കിലും സമീപിക്കൂ. ഞങ്ങൾ അതിനൊരുക്കമല്ല. അങ്ങനെ പറയരുത് മഹർഷി, ഞങ്ങൾക്ക് ആശ്രയിക്കാൻ മറ്റാരുമില്ല. ഇല്ല രാജസേവക, വസിഷ്ഠ മഹർഷിയെ ധിക്കരിച്ചുകൊണ്ടൊരു യാഗം നടത്താൻ ഞങ്ങൾക്കാവില്ല. ഞങ്ങൾക്കെന്നല്ല, ഈ ഗംഗാതടത്തിലെ ഒരു ഋഷികുലത്തിനുമാവില്ല. ദയവായി ഇത് കേൾക്കൂ മഹർഷി. ഇല്ല, പോകൂ, നിങ്ങൾ പോകൂ. അല്ലെങ്കിൽ വേണ്ട, ഞങ്ങൾ തന്നെ പോകാം. വരൂ ഋഷിമാരെ. സാരമില്ല പ്രഭു, ഇവർ വസിഷ്ഠ പരമ്പരയിലെ ഋഷിമാരായിരിക്കാം. നമുക്ക് മറ്റാരെങ്കിലും സമീപിക്കാം. വന്നാലും. ഇല്ല ധർമ്മസേന, ഇനി ഒരു മുനിമാരെയും കാണാൻ ഞാനില്ല.
ആരെ സമീപിച്ചാലും മറുപടി ഇതുതന്നെയായിരിക്കും. സത്യവ്രതൻ എന്നൊരാൾ ജീവിച്ചിരുന്നിട്ടില്ല, ജനിച്ചിട്ടില്ല. അങ്ങനെ കാലം വിധി എഴുതട്ടെ. പ്രഭു, ധർമ്മസേന, നിന്റെ സ്വാമിഭക്തിയിൽ ഞാൻ സംതൃപ്തനാണ്. നിനക്ക് നല്ലത് വരും.